ചെയ്ത ആൾക്കാർ ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള ആൾക്കാർക്കുള്ള ഒരു എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനിരിക്കുക, നമ്മൾ ഒരു ചെയറിൽ ഇങ്ങനെ സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുക. എന്നിട്ട് നമുക്ക് ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ നോസ് കൂടെ എയർ മുകളിലേക്ക് എടുത്തിട്ട് മൗത്തിൽ കൂടെ പുറത്ത് വിടുന്ന ഒരു എക്സസൈസ് ആണ് ചെയ്യുന്നത്. ഓരോ എക്സസൈസും ഈച്ച് 10 പ്രാവശ്യം ചെയ്യുക, അതും കാലത്തും വൈകിട്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ബ്രീത്ത് ചെയ്യാം നോസ് വഴി. അപ്പർ ലിംബ് എക്സസൈസ്. അപ്പർ ലിംബ് എക്സസൈസ് ചെയ്യുന്നതിന് നമ്മൾ ഹാൻഡ് കണ്ട എങ്ങനെ നമ്മൾ ആ ഒരു ഹാൻഡ് എടുത്ത് നമ്മൾ പൊന്തിച്ചു കണ്ട, സ്ലോവില് ഇങ്ങനെ കൊണ്ടുവന്നു താഴേക്ക്, അതേപോലെ ഇങ്ങോട്ട് ഒരു 10 പ്രാവശ്യം. ഓക്കെ, ഇനി പതുക്കേനെ ഹാൻഡ് പൊന്തിക്കുക കണ്ട, തിരിച്ച് ഇതേപോലെ കൊണ്ടുവരിക. 1 കണ്ട, നമസ്കാരം, ജയാണ് റാസൽ കൈമെന്ന്. ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഹാർട്ട് സർജറി ചെയ്ത ആൾക്കാർ, ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള ആൾക്കാർക്കുള്ള ഒരു എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ഹോസ്പിറ്റലിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി കണ്ടുമുട്ടും വരെ താങ്ക് യു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ബ്രീത്ത് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക, നമ്മൾ ഒരു ചെയറിൽ ഇങ്ങനെ സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുക. എന്നിട്ട് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ നോസ് കൂടെ എയർ മുകളിലേക്ക് എടുത്തിട്ട് മൗത്തിൽ കൂടെ പുറത്ത് വിടുന്ന ഒരു എക്സസൈസ് ആണ് ചെയ്യുന്നത്. ഓരോ എക്സസൈസും ഈച്ച് 10 പ്രാവശ്യം ചെയ്യുക, അതും കാലത്തും വൈകിട്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ബ്രീത്ത് ചെയ്യാം നോസ് വഴി. ഫസ്റ്റ് എക്സസൈസ്. സെക്കൻഡ് എക്സസൈസിലേക്ക് പോകും മുന്നേ ഒരു ബ്രേക്ക്. നമ്മൾ കഴിഞ്ഞു ബ്രീത്തിങ് എക്സസൈസ്. സെക്കൻഡ് എക്സസൈസ് അപ്പർ ലിംബ് എക്സസൈസ്. അപ്പർ ലിംബ് എക്സസൈസ് ചെയ്യുന്നതിന് നമ്മൾ ഹാൻഡ് കണ്ട എങ്ങനെ നമ്മൾ ആ ഒരു ഹാൻഡ് എടുത്ത് നമ്മൾ പൊന്തിച്ചു കണ്ട, സ്ലോവില് ഇങ്ങനെ കൊണ്ടുവന്നു താഴേക്ക്, അതേപോലെ ഇങ്ങോട്ട് ഒരു 10 പ്രാവശ്യം. ഓക്കെ, ഇവിടെ നിന്ന് പൊതിച്ചു. 1 2 3
10 പ്രാവശ്യം ചെയ്യുക. ഞാനിവിടെ ഒരു 5 പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ, വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഓരോ ഈച്ച് 10 പ്രാവശ്യം ചെയ്യുക. അടുത്തത് നമ്മൾ സിറ്റിംഗ് പൊസിഷന് നമ്മുടെ എൽബോ ബെൻഡ് ചെയ്യുക, നേരെ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, 1 2 3 4 5 6 slowly 7 8 9 10 അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. സ്ലോയിൽ ഇതുപോലെ ഒരു സീറ്റിൽ ഇരുന്നിട്ട് നമ്മുടെ ബൈസെപ്സ് ഒക്കെ ചെയ്യണ പോലെ, ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു ഡംബിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന പോലെ ഇങ്ങനെ നമ്മുടെ എൽബോ ബെൻഡ് ചെയ്യുക, ഇത് മടക്കുക, അങ്ങനെ നേരെ കൊണ്ടുവരിക. ഓക്കെ, അത് നമ്മൾ വളരെ സാവധാനം ചെയ്യാൻ പാടുള്ളൂ. അത് വൈകിട്ടും കാലത്തും വൈകിട്ടും ചെയ്യുക. നമ്മുടെ ഹാൻഡ് അപ്പ് ചെയ്യുക, അതായത് റിസ്റ്റ് അപ്പ് ചെയ്യുക. ഇങ്ങനെ ഇതേ പൊസിഷനിൽ നിർത്തുക, കണ്ടോ? ഇതേ പൊസിഷനിൽ നിർത്തുക, കണ്ടോ? മടക്കുക, നിവർത്തുക. 1 ഈ കൈ താഴെ വയ്ക്കുക, 2 3 4 5 6 7 8 9 10. അപ്പുറത്തെ കൈ ഇതേപോലെ കൊണ്ടുവരിക, 1 2 3 4 5 6 7 8 9 10. ഇനി 2 കൈ, കണ്ടോ? 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് എക്സസൈസ് നമ്മുടെ ഫിസ്റ്റ്. ഓക്കെ, ഫിസ്റ്റ് നേരെ വെക്കി, കണ്ടോ? 1 2 3 4 5. ഇപ്പുറത്തെ 1 2 3 4 5. ഈ സൈഡ് 1 2 3 4 5 1 2 3 4 5. എല്ലാം ചെയറിൽ ഇരുന്നുകൊണ്ട് ഇതും റിപ്പീറ്റ് 10 ടൈം ചെയ്യുക. സിറ്റിംഗ് പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുക, കണ്ടോ? നെക്ക് അപ്പ് ആൻഡ് ഡൗൺ. 1 2 3 4 5 6 7 8 9 10. ഇനി സൈഡ്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് 1 2 3 4 5 6 7 8 9 10. അടുത്തത് ഷോൾഡർ എക്സസൈസ്, ഷഗ് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ പാർട്ടിൻ്റെ ട്രാപ്സ് എക്സസൈസ്, ഇത് നമ്മൾ കണ്ട 1 2 3 4 5 6 7 8 9 10. ഇനി
ഫ്രണ്ടിലേക്ക് നമ്മളിപ്പോൾ ബാക്കിലേക്ക് ചെയ്താൽ ഇനി ഫ്രണ്ടിലേക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അടുത്തത് ഷോൾഡർ ഒരു ക്ലോക്ക് ടൈപ്പ് റൊട്ടേഷൻ ചെയ്യുക. ഇതിങ്ങനെ വെക്കുക. ഷോൾഡർ കണ്ടാ ക്ലോക്ക് എങ്ങനെ തിരിയണോ അതേപോലെ ക്ലോക്ക് റൊട്ടേഷൻ. 2 3 4 5 6 7 8 9 10. ഇനി അനദർ ഹാൻഡ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ഇനി ഫ്രണ്ടിലേക്കാണ് നമ്മൾ ചെയ്ത് ഫ്രണ്ടിലേക്ക്, അത് ബാക്കിലേക്ക് ചെയ്ത് വെച്ചെങ്കിൽ ബാക്കിലേക്ക്. ഇത് രണ്ട് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അതായത് റിവേഴ്സും ഫോർവേഡും ചെയ്യണം. ഓക്കെ. 1 2 3 4 5. സ്ലോലി. 1 2 3 4 5. അടുത്തത് ട്രങ്ക് റൊട്ടേഷൻ. ഹാൻഡ് ഇങ്ങനെ വെക്കുക. വേണ്ട, ബോത്ത് സൈഡും ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10. ചെമ്പരിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുക. കൈ ഇങ്ങനെ കുത്തുക. ആടാ ഇനി പതുക്കേനെ ഹാൻഡ് പൊന്തിക്കുക. ആടാ തിരിച്ച് ഇതേപോലെ കൊണ്ടുവരിക. 1 ആടാ 2 3 4 5 6 7 8 9 10. അടുത്തത് ഇങ്ങോട്ട് തിരിഞ്ഞിക്കുക. സൈഡ് വേസ്റ്റ് ഈ എക്സസൈസ് ആണ്. 1 2 3 4 5 6 7 8 9 10. ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ തിരിഞ്ഞിക്കുക. അടാ നേരെ കൈ വിളിക്കുക. 1 2 3 4 5
6 7 8 9 10 രണ്ട് സൈഡിൽ ഇതേ പൊസിഷനിലേക്ക് എടുക്കുക. അണ്ടാ കാലിങ്ങനെ പൊന്തിക്കുക, സ്ലോലി നേരെ നിർത്തുക. 1 2 3 4 5 6. ഇനി അടുത്ത കാല് 1 2 3 4 5 6. ഇനി അടുത്തത് ഈ കാല് നേരെ വയ്ക്കുക. കണ്ട 1 2 3 4 5 6. ഇപ്പുറത്തെ സൈഡ് 1 2 3 4 5 6. ക്ലോസ് ലെഗ്. നമ്മുടെ കാല് താഴത്തേക്കും മുകളിലേക്കും ചലിപ്പിക്കും. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇതേപോലുള്ള കിടിലൻ വീഡിയോസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കാലത്തും വൈകിട്ടും ഒരേ 10 പ്രാവശ്യം വീതം ചെയ്യുക. പിന്നെ അതിനുശേഷം ഇത് ചെയ്യേണ്ട ആൾക്കാർ ഹാർട്ട് സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് ചെയ്യാം. ഹാർട്ടിന് സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ചെയ്യാം. ലൈറ്റ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസിൽ തുടങ്ങുക, നെക്ക് എക്സസൈസിൽ, പിന്നെ ലിം എക്സസൈസിൽ അവസാനിപ്പിക്കുക. പിന്നെ കാലത്തും വൈകിട്ടും 2 കിലോമീറ്റർ വീതം നടക്കാൻ നോക്കുക. വളരെ സ്ലോവിൽ നടക്കുക, സ്പീഡിലല്ല, വളരെ സ്ലോവിൽ നടക്കുക. പിന്നെ ചെസ്റ്റ് പെയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇത് ഡോക്ടറെ നിർദ്ദേശപ്രകാരമുള്ള എക്സസൈസുകളാണ് ഇത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. ഒരു ഡോക്ടർ എങ്ങനെയാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ആ എക്സസൈസുകൾ സർജറി ചെയ്തതിന് ശേഷം ഈ എക്സസൈസ് ചെയ്യാം. സർജറി ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക്, ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള ആൾക്കാർക്കും ഇത് ചെയ്യാം. പക്ഷെ വളരെ ലേറ്റായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ബ്ലഡ് പ്രഷർ ഉയരുന്നുണ്ടോയെന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.